എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണേൽ ഒട്ടും വയ്യാണ്ട് സുഖമില്ലാതിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഒന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഇട്ടിട്ടൊന്നും ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്നും കൂടെ ഇടാതിരുന്നു കഴിഞ്ഞാൽ എന്താവും, അതുകൊണ്ടാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പല തരത്തിലുള്ള ഭ്രാന്തികളും കണ്ടിട്ടുണ്ട്. ഭ്രാന്തെന്ന് പറഞ്ഞ് ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല. പക്ഷേ ആൾദൈവങ്ങൾ എന്ന് പറയുമല്ലോ, എനിക്ക് ആൾദൈവങ്ങളോട് ഒട്ടും താല്പര്യമുള്ള ആളല്ല ഞാൻ. അങ്ങനെ പലതരത്തിലുള്ള ആൾദൈവങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ആൾദൈവമായിട്ടിരിക്കുന്ന ആളുണ്ട്. അതേസമയം പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ കുപ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് കുപ്രസിദ്ധി എന്നേ പറയാൻ പറ്റുള്ളൂ അതിന്. അങ്ങനെ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ പല തരത്തിലുണ്ട് ആളുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്, ഓരോരുത്തർ കാണിക്കുന്ന വിഡ്ഢിത്തരങ്ങളുണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും കാരണം ബുദ്ധി ഓരോന്ന് കൊടുക്കാൻ തോന്നും ചിലരുടെയൊക്കെ രീതികൾ കാണുമ്പോൾ. അത്തരത്തിലൊരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വന്നത് എന്ന് വെച്ചാൽ, എന്ത് കോപ്രായാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ശരിക്കും ഒരു ആള് പുള്ളിക്കാരൻ ശരിക്കും അയാളങ്ങ് വിശ്വസിച്ചിരിക്കുന്നത് അയാൾ ബജ്രംഗി ആണെന്നാണ്. ബജ്രംഗി എന്ന് പറഞ്ഞാൽ ഹനുമാൻ, ആഞ്ജനേയൻ. അപ്പോൾ ഹനുമാനാണെന്ന് സ്വയം വിശ്വസിച്ചിട്ട് അയാളുടെ ശരീരത്തിൽ ഹനുമാനുണ്ട്, അല്ലെങ്കിൽ അയാൾ അതാണ് എന്ന് വിശ്വസിച്ചിട്ട് കുറേ പഴക്കൂമാരങ്ങളുടെ മുന്നിലിരുന്ന് കാണിക്കുന്ന കോലങ്ങൾ കണ്ടാലുണ്ടല്ലോ, ആരെ കയ്യിലും രണ്ടെണ്ണം കൈ വീശി കൊടുക്കാൻ തോന്നും. പ്രത്യേകിച്ചും എനിക്കുണ്ടല്ലോ നല്ല വൃത്തിക്ക് ചെകിട് പൊളക്കി കൊടുക്കാനാണ് തോന്നിയത്. എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. നിങ്ങൾക്കും അടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ജന്മത്തിവൻ പഴം കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഒരു ലോഡ് പഴം കിട്ടിയിരുന്നെങ്കിൽ ഇവൻ്റെ അണ്ണാക്കിൽ കുത്തിക്കയറ്റി കൊടുക്കാമായിരുന്നു. നോക്ക്, കാണിക്കുന്നത് നോക്കിയാണ് എന്തോ ഒരു കീലത്തരങ്ങളാണ് ഈ കാണിക്കുന്നത്. ശരിക്കും പറയുന്നത് ഇതിന് കീലത്തരങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ. ചേട്ടാ, നാണം ഇല്ലയിടത്തേണ്ടി, നിനക്ക് പോയി ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? കുറേ പ്രായമുണ്ടല്ലോ കണ്ടിട്ട്, ഒരു കുരുവില്ലല്ലോ, നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നത്? ഓ, ഇവന് ചുളുവിന് ദൈവമാണെന്ന് പറഞ്ഞ് അഭിനയിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറേ പൈസയും കിട്ടും, ആളുകൾ വന്ന് കൂടിക്കൊണ്ടിരിക്കും. കുറേ അന്ധവിശ്വാസികളുടെ നാട്ടിലാട്ടോ അതൊക്കെ നടക്കുന്നത്. അപ്പോൾ പണമായി, പ്രശസ്തിയായി, പിന്നീട് എന്താണ്, പിന്നെ നല്ല ഒന്നാം തരം പഴം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാം. പഴം മാത്രമല്ല, ഓരോരുത്തർ കൊണ്ടു കൊടുക്കുന്ന മറ്റുള്ള ഫ്രൂട്ട്സുകൾ ചുളുവിലങ്ങ് തട്ടാം. ഇപ്പം തന്നെ ഇവൻ ജന്മത്ത് പഴം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇവൻ്റെ ഒടുക്കത്തെ ആക്രാന്തം കണ്ടില്ലേ? ഇവൻ കുറേ അങ്ങ് വെട്ടി വിഴുങ്ങി, എന്നിട്ട് വല്ല കൂസലുണ്ടാവുന്ന നോക്കി വീണ്ടും വീണ്ടും കണ്ടിട്ടില്ലാത്ത കണക്ക് ഇവൻ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്താ ചെയ്യുന്നത്? പണ്ടൊക്കെ കയ്യാല ഉണ്ടല്ലോ, കയ്യാലകളൊക്കെ അടിച്ചൊതുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നിരന്തല്ലി എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ആ നിരന്തല്ലി ഒന്ന് കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ, ഇവൻ്റെ ചന്തി പുളക്കം ഒരെണ്ണം അടിച്ച് പറ്റിച്ചു കൊടുക്കായിരുന്നു. എന്ത് കോപ്രായ ഈ വൃത്തികെട്ടോ കാണിക്കുന്നത്, ഈ തീട്ടപ്പറക്കാട്ടി കാണിക്കുന്നത്. അയ്യേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ശരിക്കും വയ്യ കേട്ടോ, തലവേദനയും ഉറക്കമൊക്കെ ക്ഷീണവും ഒക്കെ ആയിട്ട് എനിക്ക് കണ്ണുപോലും തുറക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ കോപ്രായങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഒട്ടും വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഇഷ്ടമായവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തോളൂ. എനിക്ക് ലൈവിലൊന്നും ഇന്നലെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഉറപ്പായിട്ട് ലൈവിൽ വരും. ഞാൻ അതിൻ്റെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.